നമസ്കാരം, എല്ലാവർക്കും ഷോർട്ട് കട്ട് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അണക്കെട്ടുകളും അവ സ്ഥാപിച്ചിരിക്കുന്ന നദികളുമാണ്. കേരളത്തിലെ അണക്കെട്ടുകൾ. നമ്മൾ PSC പഠിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ചോദ്യവും ഉത്തരവും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്റ്റാൻഡേർഡ് കോഡ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എക്സാമിന് എന്തായാലും 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഉത്തരം കാണുമ്പോൾ നമുക്ക് എന്തായാലും അത് ഓർമ്മ വരും. കാണാതെ പഠിക്കേണ്ടിയോ ഒത്തിരി എഫേർട്ട് ഇടേണ്ടോ ഒന്നും ആവശ്യമില്ല. കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം ഗുണമാണ് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് അരുവിക്കര ഡാമാണ്. അരുവിക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് കരമനയാറിലാണ്. അരുവിക്കര, കരമന. ഈ അരുവിക്കര അതിന്റെ അവസാനിക്കുന്നതും കരയിലാണ്, കരമനയാറിലെ കര സ്റ്റാർട്ട് ചെയ്യുന്നതും കരയിലാണ്. അപ്പൊ അരുവിക്കര, കരമനയാറ്, അത് മറക്കത്തില്ല. കക്കയം ഡാം കുറ്റ്യാടി. കയം എന്നൊക്കെ പറയുന്നത് കണ്ടിട്ടില്ലേ? നമ്മളെപ്പോഴും വലിയ ആഴമുള്ള പുഴകളിലൊക്കെ വലിയ ആഴമുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കയം എന്ന് പറയുന്നത്. അതങ്ങനെ ഓർത്തിരുന്നാൽ മതി. കയത്തിൽ ഇങ്ങനെ മരത്തിന്റെ കുറ്റികളൊക്കെ വന്ന് നിൽക്കുന്നുണ്ടല്ലേ. അപ്പം കക്കയം, കുറ്റ്യാടി. ബാണാസുര സാഗർ ഡാം. ബാണാസുര, അസുരന്മാര് പണ്ടൊന്നും കമ്പനിയൊന്നും ആവത്തില്ലല്ലോ, അസുരന്മാർ കമ്പനി ആവത്തില്ല. അപ്പൊ ബാണാസുര സാഗർ കബനി എന്നാലോചിച്ചാൽ മതി. ബാണാസുര സാഗർ കബനിയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനി പുഴയിലാണ്. കക്കി ഡാം, ശബരി ഡാം പമ്പയിലാണ്. കക്കിയും കക്കയവും മാറിപ്പോരുത്. കക്കയം കുറ്റ്യാടി, കക്കി ഡാം പമ്പയിലാണ്. അപ്പൊ നമുക്ക് ചെറിയൊരു കോഡ് അവിടെ വെക്കാം. ശബരി പമ്പയിൽ, കക്കി. അപ്പം ശബരി ഡാമും കക്കി ഡാമും പമ്പ നദിയിലാണ്. പഴശ്ശി ഡാം, വളപട്ടണം പുഴ. പണ്ടത്തെ രാജാക്കന്മാരൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ അവർ ആഭരണമൊക്കെ ഇട്ട് അങ്ങനെയല്ലേ ഓർമ്മ വരുന്നത്. അപ്പൊ പഴശ്ശി ഡാം എപ്പോഴും വളയിട്ടു, പഴശ്ശി രാജാവ് എപ്പോഴും വളയിടുന്ന അതങ്ങ് ഓർമ്മിച്ചാൽ മതി. പഴശ്ശി ഡാം വളപട്ടണം പുഴയിലാണ്. ഇടമലയാർ പെരിയാറ്, മാട്ടുപ്പെട്ടി പെരിയാർ, മുല്ലപ്പെരിയാർ പെരിയാർ, ഭൂതത്താൻകെട്ട് പെരിയാർ, ചെറുതോണി ഡാം പെരിയാർ. അപ്പം ഇത്രയും പെരിയാറിലാണ്. ഇടമലയാറ്, മാട്ടുപ്പെട്ടി, മുല്ലപ്പെരിയാറ്, ഭൂതത്താൻകെട്ട്, ചെറുതോണി ഡാം. ഇവിടെ നമുക്ക് ചെറിയൊരു കോഡ് വയ്ക്കാം. മുല്ലപ്പെരിയാറിലെ ഭൂതം ചെറുതോണിയിൽ ഇടമല വഴി മാട്ടുപ്പെട്ടിയിലെത്തി. ഇവിടെ പെരിയാർ അതിൽ തന്നെ ഉണ്ട്. അപ്പൊ പെരിയാറിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടുകളാണ് ഇടമലയാർ, മാട്ടുപ്പെട്ടി, മുല്ലപ്പെരിയാർ, ഭൂതത്താൻകെട്ട്, ചെറുതോണി ഡാം. അടുത്ത് വരുന്നത് പീച്ചി ഡാം മണലി പുഴയിലാണ്. തെന്മല, കല്ലട, അതുപോലെ മലമ്പുഴ നദിയിലാണ്. അപ്പൊ ഒന്നുകൂടെ വായിക്കാം. അരുവിക്കര, കരമനയാറ്, കക്കയം കുറ്റ്യാടി, ബാണാസുര സാഗർ ഡാം കബനി, കക്കി ഡാം പമ്പ, ശബരി ഡാം പമ്പ, പഴശ്ശി ഡാം വളപട്ടണം പുഴ, ഇടമലയാർ പെരിയാർ, മാട്ടുപ്പെട്ടി പെരിയാർ, മുല്ലപ്പെരിയാർ പെരിയാർ, ഭൂതത്താൻകെട്ട് പെരിയാർ, ചെറുതോണി ഡാം പെരിയാർ, പീച്ചി ഡാം മണലി, തെന്മല, കല്ലട, മലമ്പുഴ നദി. ഇനി ഇതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കോഡുകളൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത വേറൊരു ടോപ്പിക്കുമായിട്ട് വേറൊരു കോഡുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.